എനിക്കറിയില്ല. അറിയാത്ത എനിക്കറിയില്ല. നീ നിന്റെ ഇടാറില്ലേ? ഇല്ല. നിന്റെ ഇക്ക ഇടാറില്ലേ? ഹലോ. ഇല്ല. പിന്നെന്താ ചെയ്യുന്നേ? ചെയ്യാറില്ല. ഒന്നും ചെയ്യാറില്ലേ? ഇല്ല. ഇല്ല, ഒന്നും ചെയ്യണ്ടല്ലോ രണ്ട് കുട്ടികളെ. ഒന്നും ചെയ്യാറില്ല. ഒന്നും ചെയ്യാറില്ല? എന്തേ? ഇഷ്ടല്ലേ ചെയ്യുന്നത്? രണ്ട് കുട്ടികളെ ഫ്രീ ആയി കിട്ടി. ഫ്രീ ആയി കിട്ടിയോ? അയ്യോടി. എനിക്ക് ചെയ്യുമ്പോ എന്താ ഇഷ്ടം, കൂടുതൽ ഇഷ്ടം? എനിക്കൊന്നും ചെയ്യാൻ ഇഷ്ടമല്ല. എന്താടാ ഒന്നും ചെയ്യുന്ന ഇഷ്ടമല്ലാത്ത? ഒന്നും ചെയ്യുന്ന ഇഷ്ടമല്ല? എന്തത്? അയ്യടി. എന്റെ സൈസ് എത്ര? സൗകര്യമില്ല പറഞ്ഞാല്. എന്തടോ? ഇല്ല, പറഞ്ഞു തരില്ല. എന്താ? വലുതാണോ ചെറുതാണോ? വലുതാണോ ചെറുതാണോ? അറിയില്ല. എന്തിടാ? ഊഹിച്ചെടുക്കാം. ഊഹിച്ചെടുക്കാൻ എനിക്ക് കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ലല്ലോ ഊഹിച്ചെടുക്കാൻ. എന്നാലും ഒരു ഫോട്ടോ വിട്, അപ്പൊ ഞാൻ പറയാം. ഫോട്ടോ ഇല്ലേ? അത് ഫുള്ളല്ല, ഹാഫല്ലേ? ഫുള്ളായി വിട്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഊഹിക്കാൻ പറ്റൂലേ? ഊഹിക്കാൻ പറ്റൂ. ഹാഫിലെങ്ങനെ ഊഹിക്കാം? ഊഹിക്കണം. ആൺകുട്ടികൾ അങ്ങനെ വേണ്ട. ആണോ? എനിക്ക് വലിയ ഇഷ്ടം. എന്താ ഇഷ്ടം? എന്താ വിജയിച്ചോ? വലുതാണെന്ന് ഞാൻ കൈ പിടിക്കട്ടെ? ഹലോ. മോനെ എവിടെ? ഞാൻ റൂമിലാ. റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. എന്തിന്? ഫ്രണ്ട്സ് ആരേക്കും പോയില്ല? ഇല്ല, ഞാൻ ഉറങ്ങി എണീക്കുന്നേ ഉള്ളൂ. അതിന്റെ മൂടായിരിക്കും. മൂടാക്കിത്താ. മൂടാവണില്ലല്ലോ. എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ. വീഡിയോ കോൾ ചെയ്യാം. എന്തടാ എന്നെ കാണുമ്പോ പോവോ? എന്റെ ഫോട്ടോ നോക്കിയിരുന്ന് കണ്ടോ? അതിന്റെ ഫോട്ടോ ഉണ്ട്. അത് മുമ്പിട്ട് ഇപ്പൊ അടിപൊളിയായിരുന്നു, ഇപ്പൊ സുഖമില്ല. ഇഷ്ടമായില്ല? ഇപ്പൊ എന്തോ പോലെ തോന്നുന്നു. ആദ്യമായിട്ട് ഓറഞ്ച് തന്നെ ആയിരുന്നു ബെറ്റർ. ഹലോ. വീഡിയോ കോൾ ചെയ്യാം. എന്ത്? എന്റെ മോളോട്ട് അതൊന്ന് പറഞ്ഞേ. കല്യാണം കഴിക്കാൻ വേണ്ടടാ. കല്യാണമൊക്കെ കഴിക്കുമ്പോ മാറിക്കോളും. ഇതോ കല്യാണം കഴിക്കാൻ മാറോ? ഇതൊന്നും കഴിക്കാത്തതിന്റെ കുറവാണ്. അങ്ങനെയല്ല, കേൾക്കണം. കഴിക്കാൻ എന്തിനാ ഇതിനൊക്കെ? കല്യാണം കഴിച്ചാൽ ഇങ്ങനൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടല്ലേ ക്രിയേറ്റ് നടക്കാനായിട്ട് ഉദ്ദേശിച്ചല്ലേ? പെണ്ണുങ്ങളെയൊക്കെ കാണുന്ന പെണ്ണുങ്ങളൊക്കെ ഗ്രൂപ്പിലൊക്കെ കണ്ട് എടിയും ഇതിനൊന്നും ഇഷ്ടാടി അങ്ങനെ എന്നൊക്കെ പറഞ്ഞിരിക്കാൻ വെച്ചിട്ടില്ലേ? പഞ്ചാരടിക്കാനാ ഇഷ്ടം. പഞ്ചാരടിച്ച് നടന്നാ മതിയാ? എത്ര നാളിങ്ങനെ പഞ്ചാരടിച്ച് നടക്കും? ഒരു 1-2 വർഷം കൂടി കഴിയട്ടെ. സെറ്റിലാവട്ടെ. സെറ്റായിട്ടില്ല? എന്താ സെറ്റാവട്ടെ? ഒരു ചെറിയ സംശയം ഞാൻ ഡോക്ടർ അഡ്വക്കേറ്റ് ജയപ്രകാശിനോട് ചോദിക്കട്ടെ. ഹിന്ദുമതത്തിൽ ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിരുന്നു, അത് കുറേയൊക്കെ മാറി, ഇനി കുറച്ച് മാറാനുണ്ട്. ക്രിസ്തു മതത്തിലുമുണ്ട്, ഇസ്ലാം മതത്തിലുമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ അറിവിൽ ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒരു അനാചാരവും ഇല്ല. ഒരെണ്ണം ഉള്ളത് അഡ്വക്കേറ്റ് ജയപ്രകാശിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഒരെണ്ണം ചൂണ്ടിക്കാണിച്ചാൽ മതി ഇസ്ലാമിലുള്ള ഒരു അനാചാരം, അത്രേ ഉള്ളൂ. ഹിന്ദുമതത്തിൽ അനാചാരങ്ങളോട് അംഗീകരിക്കുന്നുണ്ടോ? ഒന്ന് പറയൂ. ഹിന്ദുമതത്തിൽ ഒരു അനാചാരം അങ്ങനെ ചൂണ്ടിക്കാണിച്ചേ. ഉണ്ടല്ലോ. ഉണ്ട്. ഒരു ഒരെണ്ണം പറയൂ. ഉണ്ട്. ഒന്ന് പറയൂ. കർണാടകയിൽ ഉച്ചിഷ്ടത്തിന് മുകളിൽ
പറയട്ടെ എന്ന് ഞാൻ എന്റെ ചോദ്യം എവിടെ ചെന്ന് കൊണ്ടുവന്നറിയാമോ ജയപ്രകാശിന്? ഈ ചർച്ച മുഴുവൻ തീർന്നാലും എന്റെ ചോദ്യത്തിന് ജയപ്രകാശ് ഉത്തരം പറയില്ല. ഞാൻ പറയാം. ഹിന്ദു മതത്തിൽ നഗ്ന സന്യാസികളുണ്ട്. നിങ്ങൾ പറയില്ല ജയപ്രകാശ്. നിങ്ങളുടെ നാക്ക് പൊങ്ങില്ല ഇസ്ലാമിൽ ഉള്ള ഒരു അനാചാരത്തെ പറ്റി പറയാൻ ഒരെണ്ണം പ്രിവെയിലിംഗ് ആയിട്ട് ഇപ്പോഴുള്ളത് പറയൂ. പറഞ്ഞപ്പോ നിങ്ങൾ ഹിന്ദു മതത്തിലുണ്ടോ തിരിച്ചു ചോദിക്കുന്നു. ഒരെണ്ണം ഇസ്ലാമിലെ ഒരെണ്ണം പറയൂ ജയപ്രകാശ്. ഒരെണ്ണം സംരക്ഷിക്കപ്പെടാനല്ല പറഞ്ഞത്, പക്ഷേ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം. അതെ, അത് മാറ്റാൻ എന്റെ അറിവിൽ ഇസ്ലാമിൽ യാതൊരു പ്രശ്നവുമില്ല. എന്റെ അറിവിൽ ഇസ്ലാമിൽ യാതൊരു പ്രശ്നവുമില്ല. ഉണ്ടെന്ന് പറഞ്ഞത് ജയപ്രകാശാണ്. പറയൂ ഏതാണെന്ന്. ഒരെണ്ണം പറഞ്ഞാൽ മതി. ഇസ്ലാമിലെ ഒരു അനാചാരം പറഞ്ഞാൽ മതി. അങ്ങ് പറയുന്നത് ഇസ്ലാം മതത്തിൽ ഒരു അനാചാരം ഇല്ലെന്നാണ് അങ്ങ് പറയുന്നത്. ശ്രീ ജയപ്രകാശ്, താങ്കൾ പറഞ്ഞു എല്ലാ മതത്തിലും ഹിന്ദു മതത്തിൽ അനാചാരമുണ്ട്, ക്രിസ്ത്യൻ മതത്തിൽ അനാചാരമുണ്ട്, ഇസ്ലാം മതത്തിൽ അനാചാരമുണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അതെല്ലാം അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ ജയപ്രകാശ് ഇസ്ലാം മതത്തിലെ ഒരു അനാചാരം എടുത്തു പറയൂ എന്നാണ് പറഞ്ഞത്. ഒരു മതത്തിലല്ല ഞാൻ പറഞ്ഞത്, എല്ലാ മതത്തിലും അനാചാരങ്ങളുണ്ട്. ഇസ്ലാം മതത്തിൽ അനാചാരം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ താങ്കൾ തിരിച്ചു ചോദിച്ചത് ശ്രീ ജയപ്രകാശ്, അപ്പോൾ താങ്കൾ തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചത് ഹിന്ദു മതത്തിലെ അനാചാരങ്ങളെ കുറിച്ച് പറയൂ എന്നാണ്. അദ്ദേഹം പലതും അക്കമിട്ട് പറഞ്ഞു. അതുപോലെ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ശ്രീ ജയപ്രകാശ്. അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട് താങ്കളോട്. താങ്കളുടെ മറുപടി? എന്റെ ഉത്തരവ് ഇതാണ്. ഇസ്ലാം മതത്തിലും അനാചാരങ്ങൾ ധാരാളമുണ്ട്. എന്തൊക്കെയാണ് നമ്മളൊരു താങ്കൾക്ക് അത് ചൂണ്ടിക്കാണിക്കാമോ? വിശ്വാസത്തെ ബന്ധപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മതത്തിലെ അനാചാരങ്ങൾ മാറണം. ഇതാണ് നമ്മുടെ നിലപാട്. നിങ്ങൾ സതിയെ പറ്റി പറഞ്ഞില്ലേ? സതിയെ പറ്റി നിങ്ങൾ പറഞ്ഞു. സതിയെ പറ്റി നിങ്ങൾ അനാചാരമായിരുന്നില്ലേ? സതി ഇസ്ലാമിലുള്ളതല്ലല്ലോ. സതി ഇസ്ലാമിലുള്ളതല്ലല്ലോ, അത് ഹിന്ദു. അതുപോലെ ഇസ്ലാമിലെ ഒരു അനാചാരം ചൂണ്ടിക്കാണിക്കൂ ജയപ്രകാശ്. കമ്മ്യൂണിസ്റ്റുകാരുടെ കാണിക്കൂ ഈ TV ചർച്ചയിൽ. നട്ടിലുള്ള ഒരു തരം പറഞ്ഞല്ലോ. ഒരെണ്ണത്തിന്റെ പേര് പറയുന്നു. അങ്ങ് പറയുന്നത് അനാചാരം പറയുന്നത് എന്റെ അറിവിലില്ല. നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത് നിങ്ങളാണ്. ഉദാഹരണം പറയുന്നത് നിങ്ങളാണ്. ഇസ്ലാമിലുള്ള ഒരു അനാചാരം ഏതാണ്? എനിക്കറിയില്ല. ഉണ്ടെന്ന് പറഞ്ഞ ആളാണ് അതിന്റെ പേര് പറയേണ്ടത്. ഞാനാണോ? അങ്ങ് തന്നെയാണോ പറഞ്ഞുകൊണ്ടിരുന്നത്? കാണുന്നവർക്കും കാര്യം മനസ്സിലാവുന്നതല്ലേ? ഇനി ജയപ്രകാശ് നാണം കിട്ടും. നോക്കൂ, ഞാനൊരു കാര്യം പറയാം. വീഴുന്നത് മനസ്സിലാക്കാം, വീഴുന്നിടത്തുനിന്ന് ഉരുളുന്നത് മനസ്സിലാക്കാം. ഉരുണ്ടിട്ട് അവിടെ നിന്ന് ഓടരുത് ജയപ്രകാശ്. പ്ലീസ് ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല. ഒരെണ്ണം പറയൂ, ഒരു ഉദാഹരണം പറയൂ. ഓരോ മതത്തിലും അവശേഷിക്കുന്ന നിലനിൽക്കുന്ന അനാചാരം കുറിച്ച് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഒരു ചുറ്റം പറയട്ടെ. പക്ഷേ തുടഞ്ഞെറിഞ്ഞ പറയണം, അല്ലെങ്കിൽ നിങ്ങൾ സതി പറയരുതായിരുന്നു. ഇല്ല, നിങ്ങൾ പുറകെയുള്ള സതി എടുത്ത് പറഞ്ഞല്ലോ. പേര് പറഞ്ഞല്ലോ. അതുപോലെ പറഞ്ഞിട്ടുള്ളൂ. നിലനിൽക്കുന്ന ഇസ്ലാമിന്റെ പറയൂ ജയപ്രകാശ്. പറയൂ. അതർവൈസ് നിങ്ങളുടെ അല്ലല്ല ബഹുമാനപ്പെട്ട ടി ജി മനുഷ്യ കബളിപ്പിക്കരുത്. അങ്ങനെ അഭിപ്രായം പറഞ്ഞത് അങ്ങനെ പറയുന്നത് സമൂഹത്തിൽ ഒരു അനാചാരം ടി ജി മോഹൻദാസ് പറയുന്നത് സത്യസന്ധമാണോ എന്ന് പറയുന്നത്? ഇതാണ് നിങ്ങളുടെ കാപട്യം. ഒരേ സമയം ഉണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കാപട്യത്തിന് എന്നെ കിട്ടത്തില്ല. ശ്രീ ജയപ്രകാശ്, നമുക്കൊരു വ്യക്തത വരുത്താം. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഹിന്ദുമതത്തിലെ ആചാരങ്ങൾ. അദ്ദേഹം ഒരു കാപട്യവും പറഞ്ഞില്ല. അദ്ദേഹം അക്കമിട്ട് 1, 2 എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ താങ്കളോട് അദ്ദേഹം നടത്തിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിലെ ഒരു അനാചാരം പറയൂ എന്നാണ്. പക്ഷേ താങ്കൾക്ക് അതിന് മറുപടിയില്ല എന്ന് തന്നെ പറഞ്ഞോളൂ ശ്രീ ജയപ്രകാശ്. എന്റെ പറയാൻ പറഞ്ഞല്ലോ. ശ്രീ മോഹൻദാസ് എന്താ പറയുന്നത്? ഇസ്ലാം മതത്തിൽ ഒരു അനാചാരവും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമാണോ? അത് കാപട്യമാണ് കേട്ടെ. ശ്രീ ജയപ്രകാശ് ചോദിച്ച ചോദ്യം എങ്ങനെയാണ് മറു ചോദ്യമായി തിരിച്ചു ചോദിക്കാൻ പറ്റുന്നത്? ഞാൻ നിങ്ങൾ സത്യം പറയൂ. നിങ്ങൾ സത്യം പറയൂ. നിങ്ങൾ കാപട്യം ശരി ശ്രീ ജയപ്രകാശ്, ഇടവേളയിലേക്ക് പോകേണ്ടതുകൊണ്ടാണ് ശ്രീ ടി ജി ചോദിച്ച ചോദ്യത്തിന് മറുപടി നട്ടലില്ല എന്ന് ഈ ചർച്ചയിൽ തെളിഞ്ഞിരിക്കുന്നു. നട്ടലില്ല എന്ന് എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഓരോ മതത്തിലും ദുരാചാരങ്ങളുണ്ട്, അതെല്ലാം മാറ്റപ്പെടേണ്ടതാണ്. എന്ത് നിലപാടാണ്?